ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. കണിമംഗലം ശുദ്ധമായി എന്ന് മാത്രം കരുതിയാൽ മതി. ആ പിന്നെ ചെറിയമ്മയോട് താനൊരു അടുപ്പം കാണിച്ചിരുന്നു. ചെറിയമ്മേനെ വിളിക്കുകയോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. ഓ അത്രേ ഉള്ളൂ സൂര്യ. ഇത്രയും വലിയ ചതി ചെയ്തവരോട് കൂട്ടുകൂടിയിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുക. ഒരു ടെൻഷനും വേണ്ടടോ, ഞാൻ തന്റെ അടുത്തില്ലേ. പിന്നെന്താ? സൂര്യ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നാ മാത്രം മതി. എന്നെ ഇങ്ങനെ സ്നേഹിച്ചാ മതി. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അത് വിശ്വസിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നാ മതി. വേറെ ആരെന്തു പറയാനാ? ഈ പുറത്തു പോയ ചെറിയമ്മയോ ഗൗതമോ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി പറഞ്ഞാലോ? അവരുടെ സംസാരത്തിന് ഞാൻ നിന്നു കൊടുത്താലല്ലേ? എന്റെ ഭാര്യ എനിക്കറിയാം. ആ കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയണ്ടെന്നും പറഞ്ഞ് ആട്ടി ഓടിക്കും ഞാൻ. എല്ലാ നിമിഷവും കൂടെ നിൽക്കാൻ പറ്റാത്തുള്ള സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക്. ഇപ്പൊ ഉള്ളു മുഴുവൻ തന്നോടുള്ള ഇഷ്ടമാണ്. താങ്ക് യു സൂര്യ, താങ്ക് യു വെരി മച്ച്. അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. കൽപ്പനെ, എന്തിനാ ചെറിയമ്മേ? ആരെങ്കിലും കണ്ടാലോ? എനിക്ക് പോവാനൊരു ഇടമില്ല. ചന്ദ്രേട്ടന്റെ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം പോയി. കൊലപാതകം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളിന്റെ ഭാര്യയെ ഒരിടത്തെങ്കിലും നിക്കാൻ സമ്മതിക്കോ?
ഇത്രയും നാള് സന്തോഷത്തോടെ പെരുമാറിയിരുന്ന ആൾക്കാരൊക്കെ എന്നെ ആട്ടി പായിക്കാൻ തുടങ്ങി. ഇവിടെ രാജകീയമായി കഴിഞ്ഞിരുന്നതാ ഞാൻ. അതെല്ലാം പോയി. നിനക്ക് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ? ഞാൻ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിലും സന്തോഷത്തോടെയൊന്നും അല്ല. വെറുക്കപ്പെട്ടവളായിട്ട് തന്നെ എല്ലാരും എന്നെ കാണുന്നത്. കൽപ്പനെ, സത്യം പറയാലോ, എനിക്ക് വിശന്നിട്ട് വയ്യ. ബന്ധുക്കളുടെ വീട്ടിൽ നിന്നൊന്നും ഒന്നും കഴിച്ചില്ല. കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല. അയ്യോ ചെറിയമ്മ, എന്റെ മോനാണെങ്കിൽ അവന്റെ കാര്യം നോക്കാൻ പോലും പൈസ ഇല്ല. അങ്ങനെയുള്ളവൻ എങ്ങനെ എന്നെ ചുവന്നോട് നടക്കുന്നേ? എനിക്ക് എന്തെങ്കിലും തിന്നെന്നാ കൽപ്പന, വിശക്കുന്നു. ചെറിയമ്മ വാ. ആരുമില്ല ചെറിയമ്മേ, വാ. ചെറിയമ്മേ, പതുക്കെ. ശോ. കഴിക്ക് ചെറിയമ്മേ. അയ്യോ, ഈ ചോറും കറിക്കൊക്കെ എത്ര സ്വാദുണ്ടെന്ന് ഞാനിപ്പോഴാ കൽപ്പനയെ മനസ്സിലാക്കുന്നത്. കഴിച്ചോ. എനിക്ക് വേറൊരിടത്തും പോകാൻ വഴിയില്ല കൽപ്പന. ഞാൻ എവിടെ കിടന്നെന്ന് ഉറങ്ങുന്നേ? ചെറിയമ്മയ്ക്ക് ഇതുപോലെ ഭക്ഷണം തരാനൊക്കെ ഞാൻ തയ്യാറാ. പക്ഷേ നീ ഒരു കാര്യം ചെയ്, നമ്മുടെ ഔട്ട് ഹൗസിന്റെ ചാവിയും എടുത്തോണ്ടാ. അവിടേക്ക് ഇങ്ങനെ ആരും വരില്ലല്ലോ. ഞാൻ അതിനകത്തൊരു അനക്കം ഉണ്ടാക്കാതെ കിടന്നോളാം. അത് ശരിയാവോ ചെറിയമ്മ? ശരിയാകാതെ പറ്റില്ല. നീ ഒന്ന് എടുത്തോണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിക്കണേ. അയ്യോ എന്റെ ദൈവമേ, കണിമംഗലത്തെ ഭക്ഷണ മേശയിലിരുന്ന് അന്തസ്സായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പൊ ഈ അടുക്കളയിൽ കയറിയിരുന്ന് കട്ട തിന്നേണ്ട അവസ്ഥയാ. ഇതൊന്ന് മാറ്റി തന്നൂടെ ഈശ്വര.